ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ഹൗ ടു അനലൈസ് എ മാർക്കറ്റ് വിത്ത് മാർക്കറ്റ് ഡയറക്ഷൻ. അതായത് മാർക്കറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം, എവിടെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഈസി ആയിട്ട് പഠിക്കാം. വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് യൂറോ ജാപ്പനീസ് തന്നെയാണ്. അതിൽ നമ്മൾ ഇനീഷ്യലി എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം 1 ഡേ ടൈം ഫ്രെയിം ആണ്. നമ്മൾ യൂഷ്വലി നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണത് 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്? നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് ആദ്യം വേണം. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം 1 ഡേ ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൻ്റെ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുക. സോ നമ്മളിവിടെ 1 ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുള്ളത്. 1 ഡേ ടൈം ഫ്രെയിമിലൂടെ നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു FEG മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വരുന്നതാണ് നമ്മുടെ ഒരു അനാലിസിസ് ഉള്ളത്. പക്ഷേ ഇന്നിവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു FEG ഉണ്ട്. അപ്പോൾ ഈ ഒരു FEGൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ അനാലിസിസ് ഉള്ളത്. ഈ ഒരു FEGൻ്റെ ഉള്ളിൽ മിനിമം ഈ ഒരു FEGൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വരുന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ എന്താ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഈ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു FEG ആണ്. ഈ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലും ഈ ഒരു FEG ഉണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലും ഈ ഒരു FEG നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഇത്തിരി വലിയൊരു FEG ആണ്. 1 ഡേ ടൈം ഫ്രെയിമിൽ ഇതൊരു ചെറിയൊരു FEG ആണ്. അപ്പോൾ ഈ ഒരു FEGൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് ഈ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്യുക. നമ്മൾ പ്രീവിയസ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോബബിലിറ്റി ആയിരിക്കും. കാരണം ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് ഒരു FEG ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു FEG വാലിഡ് ആവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കൂടുതലാണ്. അത് നമുക്ക് മനസ്സിലായി. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു FEGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്താണ് മാർക്കറ്റ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ഒരു ഗ്യാപ്പ് ഡൗൺ എന്നാണ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഇനീഷ്യൽ നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു ഈ ഒരു FEGയിലൊക്കെ ടാപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, 50 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു കേസസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സിനാരിയോസ് വരുന്ന സമയത്ത് ചിലവർക്ക് എന്താ ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലാവില്ല. കാരണം അങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓർ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ നമ്മുടെ ടാർഗറ്റ് അടിച്ചു, അപ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവില്ല. അവരൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസിൽ നിൽക്കും. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഡൗണിലോട്ട് വരുമോ? ഇല്ല. കാരണം എന്താ, അവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് സംഭവിച്ചിരിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് റീഫിൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് റീബാലൻസ് ചെയ്യാനുള്ള, ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുള്ള, ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളതെന്ന കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഗ്യാപ്പ് ഡൗൺ തുടങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിൻ്റെ അവിടെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. കാരണം 1 ഡേ FEG മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു കറക്റ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടില്ല. കാരണം അത് വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചർ 50 മിനിറ്റിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ഹ്യൂജ് പുഷ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ, മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് അപ്സൈഡിലോട്ട് നമുക്ക് എൻട്രി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ഹ്യൂജ് പുഷ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്യൂജ് പുഷ് സംഭവിച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ പുഷ് സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കില്ല. നമ്മൾ എങ്ങനെ എൻട്രി എടുക്കുക, മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ മാർക്കറ്റ് എവിടം വരെ റിട്രേസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് മാർക്കറ്റിൽ കൂടുതൽ. അതിന് നമ്മൾ റിട്രേസ്മെൻറ്റ് വരച്ചു. മാർക്കറ്റിൽ ഈ ഒരു ലോ ടു ഹൈ മാർക്കറ്റിൽ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ 50% ലെവൽ, അതായത് ഒരു സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ മാർക്കറ്റിൽ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ 50% റേഞ്ച്, അവിടം വരെയാണ് മാർക്കറ്റ് റിട്രേസ് ചെയ്യാൻ ഉള്ള ഒരു പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു 50% ലെവലിൽ ഇത് ടാപ്പ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മുടെ എൻട്രി മിസ്സായില്ലേ എന്ന് വിചാരിക്കും. മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രീമിയത്തിലാണ്. മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് വന്നാൽ മാത്രമല്ലേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് ഇവിടെ 50% ലെവലിൽ ടാപ്പ് ചെയ്തിട്ടില്ലല്ലോ
അത് കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ തോന്നും. 50% ലെവലിൽ ടാപ്പ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല, നമ്മുടെ എൻട്രി മിസ്സാവില്ലേ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വരും. പക്ഷെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു നമ്മൾ ലെവൽ എടുക്കുന്ന സമയത്ത് ഇതൊരു നോട്ട് ജസ്റ്റ് തന്നെ ഒരു ലെവൽ മാത്രമല്ല. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു FEG മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു FEG ആണ് 50% ലെവലിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു FEG ടാപ്പ് ചെയ്ത ഉടനെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അല്ലാണ്ട് ആ 50% ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ 50% ലെവലിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ആ ഒരു FEG ഉള്ളത്. അപ്പോൾ അത് ഹൈ പ്രോബബിലിറ്റി FEG ആണ്. ആ ഒരു FEG ആണ് മാർക്കറ്റിലെ 50% ലെവലിലുള്ളത്. അപ്പോൾ കറക്റ്റ് ആ 50% ലെവലിൽ വന്ന് ടാപ്പ് ചെയ്യണം എന്നുള്ള ചിന്താഗതി വെച്ചിട്ട് നമ്മൾ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു FEG ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും? നമ്മൾ ഈ സ്വിംഗ് ലോൻ്റെ അടി കൊണ്ട് പ്ലേസ് ചെയ്യും. പക്ഷേ നമ്മുടെ റിസ്കിന് പറ്റിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കില്ല. അതിന് പകരമാണ് നമ്മൾ ഈ ഒരു FEG ഉണ്ടാക്കിയ ക്യാൻഡലിൻ്റെ ആ ഒരു ലോയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വയ്ക്കുക. കാരണം അതിൻ്റെ അടിയിലോട്ട് മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമ്മുടെ വ്യൂ അനലൈസിസ് നമ്മുടെ റോങ് ആണെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, നമ്മൾ ഗിവ് അപ്പ് അല്ല, നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് എവിടെ കൊണ്ട് വയ്ക്കും? ഇവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക. നമുക്ക് ഈ ഒരു 1 hour ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം 1 hour ടൈം ഫ്രെയിമിൻ്റെ ഗ്യാപ്പ് റീഫിൽ ചെയ്യുക. മനസ്സിലായോ? ഇതിൽ നമുക്ക് കുറേ ടൈം ഫ്രെയിം എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം നമ്മൾ കൂടുന്തോറും നമുക്ക് കൂടുതലായിട്ട് വ്യൂ കിട്ടും മാർക്കറ്റിൽ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 1 hour ടൈം ഫ്രെയിം എടുത്തു. 1 hour ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം 1 hour ടൈം ഫ്രെയിമിൻ്റെ ഈ ഗ്യാപ്പ് തുടങ്ങിയ ഭാഗം അവിടം വരെയാണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ളൊരു അനാലിസിസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ 1 hour ടൈം ഫ്രെയിമിൻ്റെ ആ ലോ, ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ആ ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. അവിടം വരെ മാർക്കറ്റ് കയറുന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അത് ടാർഗറ്റ് വെച്ചു. എന്താ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു നോക്കി. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു. ആൻഡ് ദെൻ മാർക്കറ്റ് ഗോസ് ടു അവർ ടാർഗറ്റ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്ത് തരാൻ നമുക്ക് മാർക്കറ്റിൽ ലോസസ് വരാനുള്ള ചാൻസസ് കുറയും. എന്താ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ടെക്നിക്കൽസ് മാത്രമല്ല ട്രേഡിങ്ങിലുള്ളത്. ട്രേഡിങ്ങിൽ മോർ ദാൻ ടെക്നിക്കൽ നമുക്ക് കൂടുതൽ മൈൻഡ് സെറ്റ് വേണം. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ട്രേഡിങ്ങിൽ കൂടുതലായിട്ടുള്ളത്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ട്രേഡേഴ്സിനെ കുറിച്ച് കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറയും 5 വർഷമായി 2 വർഷമായി പ്രോഫിറ്റബിൾ ആവാൻ, 3 വർഷമായി പ്രോഫിറ്റബിൾ ആവാൻ എന്ന് പറയണത് അവർ പ്രോപ്പറായിട്ടുള്ളൊരു എഡ്ജ് കിട്ടാത്തതുകൊണ്ടല്ല അവർ പ്രോഫിറ്റബിൾ അല്ല എന്ന് പറയണത്. അതൊരു പ്രോസസ്സാണ്. നിങ്ങൾ ആ പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോയേ പറ്റുള്ളൂ. നമുക്ക് ഏതൊരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ സ്റ്റെപ്പും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ.